സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വീണ്ടും കാണാൻ സെൻസർ ബോർഡ് തീരുമാനം. റിവ്യൂ കമ്മിറ്റി വ്യാഴാഴ്ച ചിത്രം കാണും. റീജിയണൽ ഓഫീസർ ഫോണിലൂടെയാണ് ഇക്കാര്യം സിനിമയുടെ അണിയറ പ്രവർത്തകരെ അറിയിച്ചത്. അതേസമയം ജാനകി എന്ന പേര് മാറ്റാൻ ഉദ്ദേശമില്ലെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കി. ജെയ്സ്കി സിനിമയിലെ ജാനകി എന്ന പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ലെന്ന് CBFC ഫോണിലൂടെയാണ് അണിയറ പ്രവർത്തകരെ അറിയിച്ചത്. എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തയ്യാറായില്ല. കേരള സെൻസർ ബോർഡ് അംഗങ്ങൾ ചിത്രം അംഗീകരിക്കുകയും UA 13+ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന തീരുമാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും കാരണം കാണിക്കൽ നോട്ടീസ് പോലും കിട്ടിയില്ല. വിഷയത്തിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് റിവ്യൂ കമ്മിറ്റി ചിത്രം വീണ്ടും കാണും എന്ന തീരുമാനമുണ്ടായത്. അവർ ഒരു റിവ്യൂ കമ്മിറ്റി ഈ വ്യാഴാഴ്ച മുംബൈയിൽ ഈ ചിത്രം ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. ചിത്രത്തിന്റെയും കഥാപാത്രത്തിന്റെയും പേര് മാറ്റണം എന്ന് പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കി നോട്ടീസ് നൽകണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകണം എന്നതാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. 96 സ്ഥലങ്ങളിലാണ് ജാനകി എന്ന പേര് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മുഴുവൻ മാറ്റിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ നിലപാട്. നമ്മൾ ഒരുപാട് ആലോചിച്ച് നോക്കി ആ പടത്തിൽ അങ്ങനെ ഒരു ദേശവിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ ഈവളായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു തരത്തിലും ബോധ്യമാവുന്നില്ല. ഇത് ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് റിലീസിങ്ങിന് റെഡിയായി നിൽക്കുന്ന ഒരു സമയത്ത് ഭാരിച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പേരോ ക്യാരക്ടറിൻ്റെ പേരോ മാറ്റാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് മുന്നോട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 27-ാം തീയതി 5 ഭാഷകളിലായാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.